Hello guys, welcome back to the video. Here Flipkart's Big Billion Days and Amazon's Great Indian Festival ഒക്കെ വരെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് under 15,000 rupees വാങ്ങാവുന്ന 5 ബെസ്റ്റ് ക്യാമറ സ്മാർട്ട്ഫോൺസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഒന്ന് ലൈക്കും കൂടെ അടിച്ചിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ 20,000 rupeesനും 30,000 rupeesനും 15,000 rupeesനും ഒക്കെ സ്മാർട്ട്ഫോൺസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള മിക്ക സ്മാർട്ട്ഫോൺസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കയറി കണ്ടുപോകുക. പിന്നെ വീഡിയോയും മൊത്തം കാണുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട്ഫോൺസ് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു CMF ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ 4K വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ്, മോട്ടോ G64. പിന്നെ ഒരു 15,000 rupees ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുന്നത് അത്ര വലിയ ഒരു ക്യാമറ ക്വാളിറ്റി ഒന്നും കിട്ടൂല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റി ഉള്ള സ്മാർട്ട്ഫോൺസ് ആണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് മോട്ടോയുടെ G64ൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാൻ. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.5 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വിത്ത് പഞ്ച് ഹോളിലാണ്. യെസ്, നമ്മുടെ യൂനോച്ചിലൊന്നും അല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിലും പഞ്ച് ഹോളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ 120 Hzൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് ആണ്. യെസ്, അതായത് റിഫ്രഷ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി പ്രോസസറിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് MediaTekൻ്റെ Dimensity 7025 ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ MediaTek Dimensity 7020യുടെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആണ്. അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി മെയിൻ ഹൈലൈറ്റ് ആയ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാ ഒരു മാക്രോയും 16 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇവിടെ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫുൾ HD 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ 6000 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ, IP52, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ Dolby Atmos, 3.5mm ഓഡിയോ ജാക്ക്. ഇതൊക്കെയാണ് ബാക്കി സ്പെസിഫിക്കേഷൻസ്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയന്റ് 16,091 rupees ആണ്. 16,091 രൂപ. ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ ഒരു 50K ബഡ്ജറ്റ് റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. അണ്ടർ 50K ബഡ്ജറ്റ് റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്. പോക്കോ X6 5G. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല ക്യാമറ സ്മാർട്ട് ഫോണായിട്ട് പരിഗണിക്കാവുന്നതാണ്. പിന്നെ അത്യാവശ്യം ഒരു നല്ല പ്രോസസ്സറും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1800 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. 240 Hzൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 ആണ്. സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയും ഒന്നും അല്ല, എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ല പെർഫോമൻസും ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാ OIS-ഉം EIS-ഉം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാ പ്ലസ് 2 മെഗാ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ 5100 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ട്സിൻ്റെ ടർബോ ചാർജിങ് ആണ്. IP54 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, 3.5mm ഓഡിയോ ജാക്ക്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 13 വരുന്നത്. 14 വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ക്ലയൻറ്റ് വരും. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 8+ 128GB ROM വേരിയന്റ് 15,999 rupees ആണ്. ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 15,000നും താഴെയൊക്കെ വരാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്. വിവോ T3 അല്ലെങ്കിൽ iQന്റെ Z9. രണ്ടിലും സെയിം സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. പിന്നെ വിവോയുടെ ക്യാമറ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റി ആക്കി വിവോയുടെ സ്മാർട്ട് ഫോൺസിലെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വിവോ T3യിലും അത്യാവശ്യം ഒരു കിടിലം ക്യാമറ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1800 nitsൻ്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 7200 ആണ്. സോ അത്യാവശ്യം ഒരു കിടിലം പെർഫോമൻസും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 മെഗാ ഒരു ക്യാമറയും 16 മെഗാ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ IP54 വരുന്നത്. 5000 mAhൻ്റെ ബാറ്ററിയാണ്. 44 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 8+ 128GB ROM വേരിയന്റ് 19,999 rupees ആണ്. യെസ്, അപ്പോൾ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ ഈ സ്മാർട്ട് ഫോൺ 50,000ന് വരാൻ സാധ്യതയുണ്ട്. പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്. റിയൽമി നാർസോ 70 Pro. ഒരു ഗ്ലാസ് ബാക്കിലേക്കാണ് വരുന്നത്. ഒരു പ്രീമിയം ഫീലൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും.
പിന്നെ ഒരു കിടിലൻ ക്യാമറ സ്മാർട്ട് ഫോൺ കൂടെയാണ്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ നിങ്ങൾ ക്യാമറ സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ നാർസോ 70 Pro പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിന്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 2000 ഹെർട്സിന്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. HDR10+ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയാടെക്കിന്റെ Dimensity 7050 ആണ്. സോ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി മെയിൻ ഹൈലൈറ്റ് ആയ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സോണിയുടെ IMX890 OIS ഒക്കെ സപ്പോർട്ട് ഉണ്ട്. അതായത് കൈ ഷേക്ക് ആയാലും ഫോട്ടോ സ്റ്റഡി ആയിട്ട് കിട്ടുന്ന പരിപാടി. 8 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെയും നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ട്സിന്റെ സൂപ്പർ വൂക്ക് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. IP54 ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെള്ളം നനഞ്ഞ സ്ക്രീനിൽ നമ്മൾ നീക്കുമ്പോൾ വർക്ക് ആവുന്ന പരിപാടി. സ്റ്റീരിയോ സ്പീക്കേഴ്സ്, എയർ ജസ്റ്റേഴ്സ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+ 128GB ROM വേരിയന്റ് 17,299 rupees ആണ്. 17,299 രൂപ. ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിലും ഗ്രേറ്റ് ഫെസ്റ്റിവലിലൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ അണ്ടർ 50,000 വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു നല്ല ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു റിയൽമിയുടെ നാർസോ 70 Pro പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണും കൂടെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും കൂടെ തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സാംസങ്ങിൻ്റെതാണ് സാംസങ് ഗാലക്സി M35 5G. അത്യാവശ്യം ഒരു നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള സ്മാർട്ട് ഫോൺ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺസ് ആണ് പറയുന്നത്. സോ ഇവിടെയും നമ്മൾ സാംസങ്ങിന്റെ ഗാലക്സി M35 5G ആണ് എടുത്തിരിക്കുന്നത് ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആയിട്ട്. അപ്പോൾ ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. നമ്മുടെ മറ്റേ NFC-യുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. അതായത് ടാപ്പ് ആൻഡ് പേ പരിപാടി. നമ്മുടെ M34 യൂനോച്ചിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു M35 വരുന്നത് പഞ്ച് ഹോളിലാണ്. സോ ആ ഒരു യൂനോച്ച് കാണൂല. അപ്പം അത് കൊള്ളാം. സോ ഡിസ്പ്ലേയിൽ ഒരു ലുക്ക് ഒക്കെ കിട്ടും. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.6 ഇഞ്ചസിന്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1000 ഹെർട്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ എക്സിനോസിന്റെ 1380 എന്ന് പറയുന്ന പ്രോസസർ ആണ്. ഒരു കിടിലൻ പെർഫോമൻസ് ഒന്നും പറയാനില്ല. അത്യാവശ്യം ഒരു ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. പിന്നെ ഹെവി ഗെയിംസ് ഒക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി മെയിൻ ഹൈലൈറ്റ് ആയ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാപിക്സൽ പ്ലസ് 2 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെയും നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. സോ നിങ്ങൾ ക്യാമറയിൽ മാത്രം ഇത് ഫോക്കസ് ചെയ്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സാംസങ്ങിന്റെ ഗാലക്സി M35 5G ഒരു നല്ല ചോയ്സ് ആണ്. സോ സെൽഫിയിലും 4K വീഡിയോസ് കിട്ടുന്നുണ്ട്. സോ അത് കൊള്ളാം. 6000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിന്റെ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. ഇവിടെ NFC-യുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR4X+ UFS 2.2. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 6+ 128GB ROM വേരിയന്റ് 19,999 rupees ആണ്. അപ്പോൾ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ 50K അറൌണ്ട് 50K വരാൻ സാധ്യതയുണ്ട്. സോ ഇതൊക്കെയാണ് 15,000 rupeesന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇനി അങ്ങനത്തെ വീഡിയോസാണ് വേണ്ടെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ 20,000 rupeesനും 30,000 rupeesനും ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കയറി കണ്ടുപോകുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.